ഹജ്ജ് ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമാണ്. ഈ വർഷം ഇന്നും നാളെയുമൊക്കെയായിട്ട് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മക്കയിൽ ഹാജിമാർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചാൽ, ആ വ്യക്തി ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പരിശുദ്ധമായ, അല്ലെങ്കിൽ പാപങ്ങളൊന്നുമില്ലാത്ത തലത്തിലേക്ക് ഉയർത്തപ്പെടും എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം അഹ്ബാബ് ട്രാവൽസ് 50 പരം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഹജ്ജ് യാത്ര തിരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് നേതൃത്വം നൽകിയ ഹജ്ജ് ഗ്രൂപ്പിൽ ഷാഹുൽ ഹമീദ് മുസ്ലിയാർ ചേർത്തല, ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ നേതൃത്വ നിരയിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കഴിഞ്ഞ 16-ാം തീയതി, അഥവാ ആദ്യഘട്ടത്തിലുള്ള ഹജ്ജ് ഗ്രൂപ്പുകളിൽ കോഴിക്കോടിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര തിരിച്ച കോഴിക്കോട് എയർപോർട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. മനസ്സും ശരീരവും ചിന്തയും ഇച്ഛകളും ശ്രേഷ്ഠാവിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചു ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നൊഴുകിയെത്തിയ 20 ലക്ഷത്തിലേറെ വിശ്വാസികൾ 20 ലക്ഷത്തിലേറെ വിശ്വാസികൾ ഇന്ന് മിനായിൽ സംഗമിക്കും. ഹൃദയത്തിലും അന്തരാളങ്ങളിലും തൽബിയത്തിൻ്റെ വിശുദ്ധ വചനങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ധന്യതയിൽ തീർത്ഥാടകർ മിനായിൽ ഒത്തുചേരുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകും എന്നുള്ളതാണ്. ഹജ്ജിൻ്റെ ചരിത്രം ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു ഇബ്രാഹിം നബിയോട് മക്കയിൽ കഅബ പുതുക്കി നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് വിശ്വാസം. അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി മക്കയിലേക്ക് കുടുംബസമേതം യാത്ര പോയ സമയത്തായിരുന്നു ഈ നിർദ്ദേശം. ഇബ്രാഹിം നബിക്ക് കഅബയുടെ സ്ഥാനം സൗകര്യപ്പെടുത്തി കൊടുത്തുവെന്നും അതു പ്രദക്ഷിണം അഥവാ ത്വവാഫ് ചെയ്യുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി കഅബ ശുദ്ധമാക്കി വെക്കണമെന്നും ജനങ്ങൾക്കിടയിൽ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയതായും ഖുർആനിലെ ഹജ്ജ് എന്ന അധ്യായത്തിലെ 26 മുതൽ 27 വരെയുള്ള സൂക്തങ്ങളിൽ പറയുന്നുണ്ട്. കഅബ നിർമ്മിച്ചത് ആദം നബിയാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിലും ആദം നബിക്കു മുമ്പേ ആ കെട്ടിടം അവിടെയുണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. വാനലോകത്തെ ബൈത്തുൽ മഅ്മൂർ എന്ന കെട്ടിടത്തിൻ്റെ മാതൃകയിലാണ് അത് പണി കഴിപ്പിക്കപ്പെട്ടതെന്നും വിശ്വസിക്കുന്നുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും മെയ് 16-ാം തീയതി പുറപ്പെട്ട അഹ്ബാബ് ട്രാവൽസിൻ്റെ ഹജ്ജ് ഗ്രൂപ്പ് ജൂൺ 26-ാം തീയതിയാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഇതിൽ 49 പേരാണ് ടോട്ടൽ മെമ്പർമാരായിട്ടുള്ളത്. ഒരാൾ കമ്പനിയുടെ പ്രതിനിധിയാണ്. അഹ്ബാബ് ട്രാവൽസ് ഈ വർഷം ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈസൻസ് എടുത്തുകൊണ്ടാണ് ഈ 49 ആളുകളെ യാത്ര ആക്കിയിട്ടുള്ളത് എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. മക്കയിലെത്തിയ അഹ്ബാബിൻ്റെ ഹജ്ജ് ഗ്രൂപ്പിനെ RSC വളണ്ടിയർമാർ സ്വീകരിക്കുന്ന കാഴ്ചയാണ്, ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സാധാരണ ഹജ്ജ് സംഘങ്ങളിലൂടെയും സ്വന്തമായും ഹജ്ജിന് പോവാറുണ്ട്. ഹജ്ജിന് പോവാൻ പ്രത്യേക ഹജ്ജ് വിമാനങ്ങൾ തന്നെ നിലവിലുണ്ട്. കപ്പൽ മാർഗവും ഹജ്ജിന് പോവാൻ പല രാജ്യങ്ങളും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരയടിക്കാത്ത 2 കഷ്ണം തുണികൾ ധരിച്ചുകൊണ്ടാണ് പുരുഷന്മാർ ഹജ്ജിന് പോകുന്നത്. ഇതിൽ ഒന്ന് ഉടുക്കുകയും മറ്റൊന്ന് പുതക്കുകയും ചെയ്യുന്നു. ഇത് ത്വവാഫിൻ്റെ സമയത്ത് ഒരു പ്രത്യേക രൂപത്തിൽ ധരിക്കും. അതുപോലെ കെട്ടുപിണയാത്ത അഥവാ കാലിൻ്റെ മുകൾ ഭാഗം മറയാത്ത രൂപത്തിലുള്ള പാദരക്ഷകളും ധരിക്കാം. സ്ത്രീകൾ അവരുടെ സാധാരണ ഹിജാബ് ധരിച്ചാൽ മതി. മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയുന്ന രൂപത്തിൽ. അവിടെ ഇഹ്റാം കെട്ടുന്നതോടുകൂടി രാജാവും പ്രജയും എല്ലാം തുല്യമായി. ഇഹ്റാം കെട്ടുന്നതോടുകൂടി ഹജ്ജിൽ പ്രവേശിച്ചു. ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ പിന്നെ നഖം മുറിക്കാനോ മുടി കളയാനോ വേട്ടയാടാനോ പാടില്ല എന്നുള്ളതാണ്. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ എന്ന് പറയുന്നത് നിശ്ചിത മീക്കാത്തുകളിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ്. കഅബയെ 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക. ഘനവടിവുള്ള ഈ കെട്ടിടത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കുക. കഴിയുന്നവർ ഹജറുൽ അസ്വദ് ചുംബിക്കുക. സൊഫ മർവ കുന്നുകൾക്കിടയിൽ ഓടുക. സംസം വെള്ളം കുടിക്കുക. അറഫയിൽ പോയി പാർക്കുക. മുസ്തലിഫയിൽ പോയി കല്ലുകൾ ശേഖരിക്കുക. മിനായിൽ പോയി പാർക്കലും പിശാചിനെ സ്തൂപത്തെ ഇപ്പോൾ മതിലിൽ കല്ലെറിയുക. തലമുണ്ടനം ചെയ്യുക. മൃഗങ്ങളെ ബലി നൽകുക. അവസാനം ഈദുൽ അദ്ഹ അഥവാ വലിയ പെരുന്നാൾ ആഘോഷിക്കുക. അമിത ഭക്തി കൊണ്ടും മറ്റും തിക്കും തിരക്കും നിയന്ത്രിക്കാൻ നിയന്ത്രണാതീതമാവാറുണ്ട്. ഹജറുൽ അസ്വദിൽ ചുംബിക്കുക നിർബന്ധമില്ലെങ്കിലും ഓരോ പ്രദക്ഷിണത്തിലും ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് കൂടുതൽ തിരക്ക് സൃഷ്ടിക്കും. മിനയിലെ കല്ലേറും ബുദ്ധിമുട്ടേറിയ കർമ്മമാണ്. 2004 സൗദിയിൽ സർക്കാർ മിനയിലെ കല്ലെറിയുന്ന ജംറകൾ കൂടുതൽ വിശാലമാക്കി പുതുക്കി പണിതു. എങ്കിലും പല കാരണങ്ങളാൽ ദുരന്തങ്ങളിൽ ആളുകൾ മരിക്കാറുണ്ട്. ശാന്തരും അച്ചടക്കം പാലിക്കുന്നവരും ദയയുള്ളവരും ആയിരിക്കുക. നിർവീര്യമാകുന്നവരാകുക എന്ന് സൗദി അറേബ്യയുടെ ഹജ്ജ് വെബ്സൈറ്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. بمديح بين يديه أوقفت العمر لديه بمديح بين يديه فوضت الأمر إليه فاختر يا رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت إليه ذنوبي واستغفر لي محبوبي وشكوت إليه ذنوبي واستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى ബദറിലാണ് ഇപ്പോൾ ഉള്ളത്. അബുജാഹിലിൻ്റെ എന്താ പറയുക പഠിച്ച കിണറാണ്. കല്ലെറിഞ്ഞ് കണ്ടിട്ടുണ്ട്. മസ്ജിദുൽ ഹരീഷാണ്. മസ്ജിദുൽ ഹരീഷ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വന്ന സമയത്ത് താമസിച്ച സ്ഥലമാണ്. ഇന്നിപ്പോൾ അതൊരു പള്ളിയായിട്ട് എടുത്തിട്ടുണ്ട്. മസ്ജിദുൽ ഹരീഷ്. ഇതാണ് ബദർ. കുറച്ച് സമയം മുന്നേ വരെയൊക്കെ ബദറിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇറങ്ങി കാണാനോ ഒന്നും പറ്റുമായിരുന്നില്ല. ഇപ്പോൾ
അതിനൊക്കെ നല്ല സൗകര്യമുണ്ട്. ബദറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, സിയാറത്ത് ചെയ്യാം. ഇതിന് കുറച്ച് അപ്പുറത്താണ്, ആ ഭാഗത്തായിട്ടാണ് നമ്മൾ മക്ബറ ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആരതൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്, കാണിക്കും ഇൻഷാ അല്ലാഹ്. അതാണോ കുമാറിന്റെ വഴി തന്നെ. ഇവിടെ ഒരു വണ്ടി തുറന്നിട്ടില്ല. അതിന് കയറിക്കോട്ടെ, അവരെങ്ങനെ വെയിറ്റ് ബസ്സിന്റെ പ്രളയം സമയത്ത് ആയിരക്കണക്കിന് ബസ്സുകളല്ലേ. അഹ്ബാബ് ട്രാവൽസിൽ നിന്നും പുറപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിലെ ഉംറ ബാച്ചുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറഫയിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ഈ പ്രാവശ്യം 40ഓളം ആളുകളാണുള്ളത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ 12-ാം തീയതി മക്കയിലെത്തി. ഇന്ന് മക്കയിലെത്തി അന്നൊരു ഉംറ എടുത്തു. ഇന്ന് ജറാന സിയാറയിലാണുള്ളത്. ജറാന ഉംറ ഇന്നെടുക്കും. ജബലുർ റഹ്മ മലയിലാണ് അഹ്ബാബ് ഉംറ ഗ്രൂപ്പ് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറഫയിലെ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, ഹജ്ജുമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കറിയാം അറഫയിലെ ജബലുർ റഹ്മ ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ്. ബഹുമാനപ്പെട്ട മജീദ് ഹസനി ആണ് നമ്മുടെ ഇപ്രാവശ്യത്തെ അമീറായിട്ടുള്ളത്. അടുത്ത പാക്കേജ് ജനുവരി 23-ാം തീയതി സിദ്ദീഖ് ഹസനി CK നഗറിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ആത്മീയ സംതൃപ്തിയോടുകൂടിയും നല്ല സർവീസോടുകൂടി ഇപ്രാവശ്യത്തെ നമ്മുടെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉംറ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സർവീസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യമായാലും റൂമിൻ്റെ കാര്യമായാലും ഹറമിനോട് എല്ലാ ഉംറ ഗ്രൂപ്പും പറയുന്ന സ്ഥിരം കാര്യങ്ങളാണ്. ഹറമിനടുത്തായിരിക്കും റൂം, അതേപോലെ തന്നെ ഭക്ഷണം, അതേപോലെ തന്നെ ഉംറ കാര്യങ്ങളൊക്കെ. അഹ്ബാബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ റൂം, അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ നമ്മൾ ആത്മീയ സംതൃപ്തിയോട് കൂടിയിട്ട് നമ്മുടെ കൂടെ വരുന്നവരെ എല്ലാ നിലക്കും
ഒരു പ്രയാസപ്പെടുത്താത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ടീമുമായിട്ട് ഉസ്താദ് ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്ത് എല്ലാ ഭാഗങ്ങളിലേക്കും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ പാക്കേജ് ജനുവരി 23 അടുത്ത പാക്കേജ് CK സിദ്ദീഖ് ഹസനി CK നഗർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചയച്ചു എന്നിട്ട് ഓല പല ഉൾപ്പെടുത്തേണ്ട ഇടങ്ങാറാക്കി. മറ്റൊരു കരാറ് മദീനത്തുനിന്ന് ഇസ്ലാമിനെ ഒഴിവാക്കിക്കൊണ്ട് ആരും ഇങ്ങോട്ട് മക്കത്തേക്ക് പോന്നാലും ഓല അവിടെ സ്വീകരിക്കും, ഓല തിരിച്ചയക്കും. ഇതെന്ത് ആര് കേട്ടാലും ഇതൊരുമാതിരി കരാറാണെന്ന് പറയുന്നത്, ഏകപക്ഷീയമായിട്ടുള്ള കരാർ, ഇതൊരു മസ്ലഹത്താണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അനുസരിച്ചു. സഹാബത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പ്രഷർ ചെയ്തു, ഭയങ്കര ചൂടായി. റസൂലുള്ളാഹിനോട് ചൂടാകില്ല. അസദ്ദുഹും ബില്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിയുടെ സർട്ടിഫിക്കറ്റ് ഭയങ്കര ഈമാന്റെ കാര്യത്തിൽ ഭയങ്കര കടുകട്ടിയാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരു മുസ്ലിമായിട്ട് മദീനത്തേക്ക് വന്ന ആളെ കാഫിര്യങ്ങളെ എടുത്തുകൊണ്ട് തിരിച്ചയച്ചു കൊടുക്കണമെന്നും ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പിന്നെ മക്കത്തേക്ക് പോകാനാണ്, അവിടെ സ്വീകരിക്കാൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനെ ചൂടാതെ ചൂടായിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എടുത്തുകയാണ്. നിങ്ങൾ കേൾക്കണം, നിങ്ങളത് മിണ്ടാതെ വയ്ക്കും. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് അള്ളാന്റെ റസൂലിന്റെ നമ്മള് അള്ളാന്റെ റസൂൽ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു